സുഹൃത്തുക്കളെ, ഞങ്ങളിന്ന് എടവണ്ണപ്പാറയിൽ ഒരു കയർ ഫാക്ടറിയിലാണുള്ളത്. ഇവിടെ ഒരു ബോർവെല്ലിൻ്റെ പമ്പ് ഫിറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള പൈപ്പും കയറും കേബിളും മോട്ടറും എല്ലാം പാർട്ടിയുടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇവിടെയും നമ്മൾ ടെക്സ്മോയുടെ പമ്പ് സെറ്റാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ടെക്സ്മോൻ്റെ 3 phase 5 HP ആണ് ഫിറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ടീമൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതാണ് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള ബോർവെല്. ഇതിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ 260 മീറ്ററാണ്. അത്രയും താഴ്ചയിലാണ് ഈ ഒരു ബോർവെൽ ഉള്ളത്. ഈ മരപ്പലകേൻ്റെ ബോക്സിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ടെക്സ്മോയുടെ 5 HP മോട്ടർ ഉള്ളത്. അതെന്തിനാണ് ഇങ്ങനെ ബോക്സിൻ്റെ ഉള്ളിലാക്കിയതെന്ന് വെച്ചാൽ ടെക്സ്മോൻ്റെ 5 HP മോട്ടർ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് വരും. അപ്പോൾ ലോഡിങ് ആൻഡ് അൺലോഡിങ് ചെയ്യുമ്പോഴേ ഇത് നിർഭാഗ്യവശാൽ നിലത്ത് വീണാൽ ഡാമേജ് സംഭവിക്കും. അങ്ങനെ ഡാമേജ് സംഭവിക്കാതിരിക്കാനാണ് ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു കമ്പനി ആ ഒരു മരത്തിൻ്റെ പലകേനെ കൊണ്ടുള്ള ബോക്സിൽ ഇത് കവർ ചെയ്ത് വിടുന്നത്. ഈ കാണുന്ന ബോക്സിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ പമ്പ് ഉള്ളത്. പമ്പ് സാധാരണ വരുമ്പോലെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ 5 HP പമ്പായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അതിപ്പോൾ നമുക്ക് കാണാം. അതധികം വെയിറ്റ് ഒന്നുമില്ല. പമ്പ് നോർമൽ സാധാ പമ്പ് തന്നെ. ഇതും വാട്ടർ കൂൾ പമ്പ് സെറ്റ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം കൂളൻ്റ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്യാണ്. രാജാട്ടൻ കോപ്പറൊക്കെ അങ്ങനെ ആ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കോപ്പർ എന്തിനാണ് കെട്ടണമെന്ന് വെച്ചാൽ നമ്മൾ ഓസ് കോളർ അവിടെ ജോയിൻ ചെയ്തിട്ട് ആ ഓസ് കോളറിൽ പൈപ്പ് കൊടുക്കിയിട്ട് ഓസ് കോളറിലാണ് കയർ കെട്ടിയിട്ട് ഇറക്കാൻ പോവുക. അങ്ങനെ ഭാവിയിൽ ആ ഒരു ഓസ് കോളർ പൊട്ടിപ്പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് മോട്ടർ കംപ്ലൈൻ്റ് ആകുമ്പോൾ ആ ഒരു കയറിൽ പൊക്കുമ്പോൾ മോട്ടർ കിട്ടില്ല. അങ്ങനെ മോട്ടറിലൊരു പിടുത്തം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കോപ്പർ കൂടെ അവിടെ ടൈ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഓസ് കോളറിൽ ജോയിൻ ചെയ്യണത്. ആഴം കൂടിയ കുഴൽക്കിണറിലെ പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണിത്, HDA പൈപ്പ് നിവർത്തൽ. ഈ HDA പൈപ്പ് നിവർത്തുമ്പോഴേ ഓരോ റിങ് കണ്ടില്ലേ, ആ മുന്നത്തെ റിങ്ങിലേക്ക് ബാക്കത്തെ ഒരു റിങ് വന്ന് പെട്ടാൽ അതവിടെ ഒരു 8 മാറും. അങ്ങനെ 8 മാറിയാൽ നമുക്കിത് കട്ട് ചെയ്യാതെ വേറെ നിവർത്തിയില്ല. കാരണം ഇത് 260 മീറ്റർ ദൂരമുള്ള പൈപ്പാണ് നിവർത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 8 ആവാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. ഞങ്ങൾ എല്ലാ സൈറ്റിലും HDA പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് പമ്പ് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ചൂടാക്കിയിട്ട് പൈപ്പ് ഒന്ന് ഉരുക്കും. ഇളം ഉരുക്കുള്ളേ. എന്നിട്ട് എന്ത് ചെയ്യും, ഇതേപോലെ ഓസ് കോളറിലേക്ക് ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഇതൊരിക്കലും ഊരിപ്പോരില്ല. ഊരിപ്പോരണമെങ്കിൽ നമ്മൾ ആക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യണം, അല്ലാതെ ഇതൊരിക്കലും ഊരിപ്പോരില്ല. ചില സൈറ്റിലൊക്കെ ഞാൻ കംപ്ലയിൻറ്റ് നോക്കാൻ പോകുമ്പോഴേ ഈ കണക്ട് ചെയ്ത പൈപ്പ് ഊരിപ്പോരുന്ന കംപ്ലയിൻറ്റ് കാണുന്നുണ്ട്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ചില ഇലക്ട്രീഷ്യന്മാർ തിളച്ച ഓയിലിൽ അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ മുക്കിയിട്ട് ഈ പൈപ്പ് ഫിറ്റ് ചെയ്യും. അങ്ങനെ ഫിറ്റ് ചെയ്താൽ ഇതൊരിക്കലും അവിടെ സെറ്റാവില്ല. ഇത് സെറ്റ് ആവണമെങ്കിൽ ഇതേപോലെ ഒന്ന് ചെറുതാക്കി ഉരുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഓസ് കോളിലേക്ക് കുടുക്കിയിട്ട് അവിടെ ക്ലാമ്പിട്ട് ടൈറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് നല്ല രീതിയിൽ അവിടെ ടൈറ്റായി നിൽക്കുള്ളൂ. ഏറെക്കുറെ പകുതിയോളം നമ്മുടെ ജോലിയുടെ പൂർത്തിയായിട്ടുണ്ട്. ഇനിയാണ് അത്രയും ആഴത്തിലേക്ക് ഈ ഒരു പമ്പ് സെറ്റ് നമ്മൾ ഇറക്കാൻ പോകുന്നത്. ഓക്കെ, പള്ളം നാട്ട് അതല്ല അവിടെ മടങ്ങ് നോക്കണം. താഴത്തോട്ട് പോട്ടെ പോട്ടെ താഴേട്ടാ, ഇത് താഴത്തോ പോകണ്ടോ? താഴത്തെ കെട്ടല്ല, കെട്ടല്ല ഇവിടെ വെച്ചിട്ടില്ല. മടങ്ങൂല, നോക്കണോ അവിടെ വെച്ചിട്ടാ.
മതിയോ? പൈപ്പ് ഇവിടെ നമ്മളെ പകുതി പോലും ഇറക്കി കഴിഞ്ഞിട്ടില്ല. ആ കാണുന്ന അത്രയും ദൂരത്തിലുള്ള പൈപ്പ് ഇനിയും കിണറിലേക്ക് ഇറക്കാൻ ബാക്കിയാണ്. ഇതാണ് ഞങ്ങളുടെ പ്രശാന്ത്. പ്രശാന്ത് നല്ലോണം ക്ഷീണിച്ചിട്ടേ വെള്ളം കുടിക്കുകയാണേ. പ്രശാന്ത് മാത്രമല്ല, ഞങ്ങളെല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വെയിലും പൊടിയുണ്ട്. ഇത് കയറിൻ്റെ ഫാക്ടറി ആയതുകൊണ്ടേ ചകിരിച്ചോറിൻ്റെ പൊടി നല്ലോണം അടിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളെല്ലാവരും മാസ്ക് ഇട്ടിരിക്കുന്നത്. ഇനി എന്തായാലും പ്രശ്നം ഓയിലല്ലേ ഇവിടെ സർവീസ് ചെയ്യുന്നത്. ഇതിന്റെ സ്വിച്ച് ബോർഡിന്റെ ഉള്ളിൽ ഓയിൽ വന്ന് സർവീസ് ചെയ്യുന്നത് LNTന്റെ കമ്പനിക്കാരെ. ഇത് ഓരോന്നല്ലേ. വൈകുന്നേരം 7 മണിയായപ്പോഴാണ് ഇവിടുത്തെ ഞങ്ങളുടെ ജോലി പൂർത്തിയായത്. ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയതാണ്. കഴിയാൻ 7 മണി എടുത്തു. അങ്ങനെ അതാ 250 മീറ്റർ ആഴത്തിൽ നിന്ന് നമ്മൾ ആ ഒരു പമ്പ് വെച്ചിട്ട് വെള്ളം അടിച്ചു. അപ്പം നല്ല ഫോഴ്സ് തന്നെ വെള്ളം വരുന്നുണ്ട്. ആംബിയർ എന്ന് പറയുന്നത് 10 ആംബിയറിലാണ് ഈ ഒരു 3 phase 5 HP പമ്പ് ഇവിടെ വർക്ക് ചെയ്യണം കേട്ടോ. വെറും 10 ആംബിയർ എടുക്കണുള്ളൂ. അതാണ് ഏറ്റവും അതിശയകരമായ കാര്യം. അതും പിന്നെ അത്രയും ആഴത്തിൽ നിന്ന് നല്ല ഫോഴ്സിനും വെള്ളം വരുന്നുണ്ട്. അത് വെള്ളം വരുന്ന ഒരു കാഴ്ച ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിട്ടില്ല. കാരണം അത്യാവശ്യം ഇരുട്ടുണ്ട്. അതുപോലെ തന്നെ ടാങ്കിൻ്റെ മുകളിലേക്ക് കയറണം. അത് വളരെയധികം റിസ്ക്കാണ്. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താത്തത്. സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.